എം കെ ഹരിദാസ് പൊതുപ്രവർത്തകൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ഹരിദാസ്, ഹാരിസ് ചിറക്കൽ ഒരു ഒറ്റപ്പെട്ട ശബ്ദമായിരുന്നു. പക്ഷേ ആ ശബ്ദം വലിയ തിരുത്തലുകൾക്ക് ഇടവച്ചിട്ടുണ്ട്. അവിടെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വേഗത്തിൽ വന്നു, ഇടപെടലുകൾ ഉണ്ടായിരുന്നു, അന്വേഷണ സംഘത്തെ നിയോഗിച്ചു, അതിൻ്റെ റിപ്പോർട്ടുകൾ വരുന്നു, മന്ത്രി അടക്കം ഇടപെടുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കം പറയുന്ന ഒരു കാര്യം, ഡോക്ടറെ തള്ളി പറയുന്നില്ല, അദ്ദേഹം നല്ലയാളാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ ഒരു അനാവശ്യം തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി എന്നതാണ്. യഥാർത്ഥത്തിൽ അത്തരം തെറ്റിദ്ധാരണകളും ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിനും ഈ വിവാദം ഇടവച്ചിട്ടുണ്ടോ? ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ടാം സർക്കാരിന്റെ കാലത്തുള്ള ആരോഗ്യരംഗത്ത് കേരളം നമ്പർ 1 എന്നുള്ളൊരു വലിയ നുണയാണ് ഡോക്ടർ ഹാരിസ് പൊളിച്ചടക്കിയിട്ട് അതിന്റെ മുകളിൽ കമ്പിളിപ്പതപ്പെട്ടിട്ടുള്ള സത്യങ്ങൾ വിളിച്ചു പറഞ്ഞത്. കേരളത്തിലെ നൂറുകണക്കിന് സർക്കാർ ഡോക്ടർമാർക്ക് പറയാനുള്ളൊരു സത്യമാണ് ഡോക്ടർ ഹാരിസ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ആ മനുഷ്യനെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഇത് പറയാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുന്ന ഒരുപാട് ഡോക്ടർമാരുടെ നിസ്സഹായ അവസ്ഥയിലെ നമ്മൾ പരിതപിക്കുക വേണം. ഞാൻ ഈയിടെ എനിക്കൊരു ചെറിയ മുറിവ് പറ്റിയിട്ട് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോയപ്പോൾ അവിടെ ആന്റിബയോട്ടിക്സ് തീർന്നിട്ട് ഏകദേശം ഒരാഴ്ചയായി. അതുകൊണ്ട് താങ്കൾക്ക് ആന്റിബയോട്ടിക്സ് നിങ്ങൾ പുറത്തുനിന്നാണ് എഴുതണം, വാങ്ങി കഴിക്കണമെന്ന് ഡോക്ടർ നിസ്സഹായരായിട്ട്, ആ ഡോക്ടർക്ക് എന്നെ അറിയാം, ഞാനൊരു സാമൂഹ്യ പ്രവർത്തകനാണ്, TV ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞു, ഇത് താങ്കൾ പറയരുത്. പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ആരോഗ്യരംഗം എത്രത്തോളം വഷളായി കിടക്കുന്നു എന്നുള്ളതിന്റെ ഒരു സത്യം വിളിച്ചു പറഞ്ഞ ആ ഡോക്ടർ പറഞ്ഞത് ശരിയല്ല. ഡോക്ടർ ഹാരിസ് ഈ വിഷയത്തിൽ ഡോക്ടർ തുറന്നു പറച്ചില്ലേ, യഥാർത്ഥത്തിൽ ഈ ചെറിയ ആശുപത്രികളിൽ ഒരു മരുന്ന് കിട്ടാതെ പോകുന്നു എന്നത് ചിലപ്പോൾ കിട്ടിയേക്കാം, ഇല്ലേതേക്കാം, അതൊക്കെ ഓരോ സ്ട്രോക്കുമായി ബന്ധപ്പെട്ട വിഷയം. പക്ഷേ അതിലും ഗൗരവതരമായൊരു വിഷയമാണല്ലോ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയകൾ, ജീവൻ നിലനിർത്തുന്നതിനാവശ്യമായ പ്രധാനപ്പെട്ട ഓപ്പറേഷൻസുകൾ പോലും നടക്കാൻ കഴിയില്ലാത്തൊരവസ്ഥ എന്ന അതിഗുരുതരമായൊരു സാഹചര്യം. അത്തരം ഡെപ്തിലേക്ക് എന്തുകൊണ്ടാണ് പിന്നീട് കടന്നു പോകാൻ കഴിയാതിരിക്കുന്നത് എന്നൊരു വിഷയമില്ലേ? ഒരു ഡോക്ടർക്കപ്പുറം മറ്റാരും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല. 2025 ജനുവരി മാസത്തിൽ നിങ്ങളുടെ ചാനലിലടക്കം ഞാൻ വിവരാവകാശ നിയമപ്രകാരം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ ബാധ്യതകളെ കുറിച്ച് കൊണ്ടുവന്നൊരു വാർത്ത ഇതിനോടനുബന്ധമായിട്ട് കാണണം. 646 കോടി രൂപയാണ് ശാസ്ത്രക്രിയാ ഉപകരണങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഏജൻസികൾക്കും ഡീലർമാർക്കും ഡിസ്ട്രിബ്യൂട്ടർമാർക്കും കൂടിയിട്ട് കമ്പനി കൊടുക്കാനുള്ളത്, സർക്കാർ കൊടുക്കാനുള്ളത്. ആ വിവരം കിട്ടിയതിനു ശേഷം ആ വിവരത്തിന്റെ കോപ്പി വെച്ചിട്ട് ഈ ആരോഗ്യമന്ത്രിക്ക് സമൂഹത്തോട് കടപ്പാടുള്ള വ്യക്തി എന്ന നിലയ്ക്ക് ഞാനൊരു നിവേദനം സമർപ്പിച്ചിരുന്നു. സർക്കാരിന്റെ സ്ഥിരമായിട്ടുള്ള മറുപടി ക്രമപ്രശ്നമായ എന്താണ് വരി എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതായത് നടപടികൾ എടുത്തു വരുന്നു ഈ കുടിശ്ശിക തീർക്കാൻ എന്നുള്ളതാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ ഉപകരണങ്ങളില്ലാതെ, സ്റ്റെന്റ് ഇല്ലാതെ ഹൃദയ ശസ്ത്രക്രിയ മുടങ്ങിയപ്പോൾ ഈ വീണ ജോർജ് എന്താ പറഞ്ഞത്? രോഗികളുടെ എണ്ണം കൂടുന്നത് കൊണ്ടാണ് ഇവിടുത്തെ മരുന്ന് ക്ഷാമവും ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമവും എന്ന് പറയുന്ന ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രിയെയാണോ നമുക്ക് കേരളത്തിന് വേണ്ടത്? ജനസംഖ്യാനുപാതികമായിട്ട് ജനങ്ങൾ കൂടുമ്പോൾ ജനങ്ങൾക്ക് എല്ലാവർക്കും ആരോഗ്യ രംഗത്ത് പരിരക്ഷ നൽകാൻ ബാധ്യസ്ഥരായ സർക്കാരിന്റെ ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവനയാണോ ഇത്? ഇനി മറ്റൊരു മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് എന്താ? ആയുർദൈർഘ്യം കൂടുകയാണ് കേരളത്തില്, അതിന്റെ പേരിൽ ആരോഗ്യ രംഗത്ത് ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കുറ്റം പറയരുത് എന്ന് പറയുന്ന ഒരു വകുപ്പ് മന്ത്രി, ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രിയെയാണോ കേരളത്തിന് ആവശ്യമുള്ളത്? അപ്പൊ ഇവരുടെ ഭരണത്തിന്റെ പരാജയം കൊണ്ട് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളായാലും സർക്കാർ ആശുപത്രികളായാലും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളായാലും അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നു എന്നുള്ളൊരു സത്യം വിളിച്ചു പറഞ്ഞൊരു ഡോക്ടർ നല്ലവനാണ്. പക്ഷെ അദ്ദേഹം വിളിച്ചു പറഞ്ഞത് സത്യം ശരിയായില്ല എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയെയാണോ കേരളത്തിന് ആവശ്യമുള്ളത്? മെഡിക്കൽ കോളേജിന്റെ വരാന്തയിലെ അതീവ ഗുരുതരമായ രോഗികൾ കിടക്കുന്നു എന്ന് ഇന്ന് രാവിലെയല്ലേ നിങ്ങൾ മാധ്യമങ്ങൾ പുറത്തേക്ക് വാർത്ത വിട്ടിരിക്കുന്നത്? അപ്പൊ ഈ അവസ്ഥ നിലനിർത്തിക്കൊണ്ട് കേരളം ആരോഗ്യ രംഗത്ത് ലോകത്തിൽ തന്നെ നമ്പർ 1 ആണെന്ന് പറയാൻ അപാരമായൊരു തൊലിക്കെട്ടി വേണം. ആ തൊലിക്കെട്ടിയുടെ പുറത്ത് അവർ പറഞ്ഞിട്ടുള്ള അവരുടെ ആ ചീട്ടുകൊട്ടാരം പോലെ ആ പറഞ്ഞതെല്ലാം നുണയാണ് എന്ന് പൊളിച്ചടക്കാൻ ഒരു ഡോക്ടറെങ്കിലും രംഗത്ത് വന്നിരിക്കുന്നത്. ആ ഡോക്ടർക്ക് ജനങ്ങളോടും രോഗികളോടും ുള്ള ആത്മാർത്ഥതയുടെ പേരിലാണ്. അദ്ദേഹത്തെ ക്രൂശിക്കുന്നുവെങ്കിൽ ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരെ കേരള ഹൈക്കോടതിയിലെ പൊതു താൽപര്യ ഹർജി കൊടുക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. ഇത്തരത്തിലാണ് നമ്മുടെ കേരളത്തിലെ ആരോഗ്യരംഗം മുൻപോട്ട് പോകുന്നതെങ്കിൽ
ജനങ്ങൾ അങ്ങേയറ്റം ബുദ്ധിമുട്ടണം. കാരണം ആതുരശാലകൾ ഈ വിധമായാൽ സാധുജനങ്ങൾക്ക് എന്തു വഴി എന്നുള്ള ഒരു പഴയ പഴഞ്ചൊല്ലിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തി നിൽക്കുന്നത്. ഡോക്ടർമാർ പുറത്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുമ്പോൾ ഡോക്ടർ ഹാരിസിനെ പോലുള്ളവരെ ഞാൻ പുറത്ത് പ്രാക്ടീസ് ചെയ്യില്ല എന്ന് പറഞ്ഞ് രോഗികൾക്ക് സേവനം കൊടുക്കാൻ തയ്യാറാകുമ്പോൾ അവിടെ ശസ്ത്രക്രിയ ഉപകരണങ്ങളും മരുന്നും കാര്യങ്ങളും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ ആരോഗ്യ കേരളം എത്തിയെങ്കിൽ അത് ഭരണത്തിന്റെ പിടിപ്പുകേടാണ്, സർക്കാരിന്റെ പിടിപ്പുകേടാണ്. അതിന് ഉത്തരം പറയേണ്ടത് സർക്കാരാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യെസ്, കെ അനിൽകുമാർ, CPM നേതാവ്.